അലർജിയും ശ്വാസതടസ്സവും സുഹൃത്തുക്കളാണ്. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ എന്താണെങ്കിലും വരും. അലർജി സംബന്ധമായിട്ടുള്ള പ്രശ്നമുള്ള ഒരാൾക്ക് ശ്വാസതടസ്സം ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ശ്വാസതടസ്സമുള്ള ആൾക്കാർക്ക് അലർജിക് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ അലർജി എന്ന് പറയുന്നതും നമ്മളുടെ ശരീരത്തിന്റെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്തോ ഒരു ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തോ ഒന്ന് ശരീരത്തിനകത്തേക്ക് വന്നു. അപ്പം ശരീരം അതിനെ പ്രതിരോധിക്കുന്ന മെക്കാനിസം ആണ് അലർജി എന്ന് പറയുന്നത്. ശരീരം ഭയങ്കര തടിച്ചു വരിക, ചൊറിച്ചിലുണ്ടാവുക, കണ്ണ് തടിച്ചു വരിക, കണ്ണിൽ ചുമപ്പ് വരിക, പിന്നെ എന്താണ് സ്കിന്നൊക്കെ തടിച്ചിരിക്കുക തുടങ്ങിയിട്ടുള്ള റെഡ് കളറിലുള്ള ബ്ലിസ്റ്റേഴ്സ്, കുമിളകൾ വരിക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ഈ അലർജി ഉള്ള ആൾക്കാരെ നോക്കിയാൽ അറിയാം. ചിലവർക്ക് പാല് കുടിക്കുന്നത് കൊണ്ട് അലർജി ആയിരിക്കാം, ചിലർക്ക് ഗോതമ്പ് കഴിക്കുന്നവർക്ക് അലർജി ഉണ്ട്, ചെമ്മീൻ കഴിക്കുന്നവർക്ക് അലർജി ഉണ്ട്, അല്ലെങ്കിൽ ചില പൂമ്പൊടി ഏൽക്കുമ്പോഴത്തേക്കും ഇപ്പൊ അരളി പോലുള്ള പൂമ്പൊടിയൊക്കെ ഏൽക്കുന്നത് വഴി ഇപ്പം എല്ലാ ദിവസവും അങ്ങനെ രോഗികൾ വന്നിട്ടുണ്ട്. അപ്പൊ ചോദിക്കുന്നതാണ്, നിങ്ങൾ എപ്പോഴും പോകുന്ന വഴിയിലൂടെ തന്നെ ആയിരുന്നോ പോയത്? ആ ഡോക്ടറെ, അതെ. പ്രത്യേകിച്ച് എന്തെങ്കിലും നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നോ? അരളി പൂത്ത് ഉണ്ടായിരുന്നു, അതുവഴി അരളി പൂക്കുന്ന വഴിയിലൂടെ ആയിരുന്നു പോയത്, അപ്പൊ അരളി പൂക്കൾ ഉള്ളതായിരുന്നു ഡോക്ടറെ. അപ്പൊ അതാണ് ഒരു കാരണം. അവർക്ക് എന്താണ് അവിടെ അലർജിക്ക് കാരണം? അരളിപ്പൂവായിരിക്കും എന്ന് കരുതി എല്ലാവർക്കും അരളിപ്പൂ അലർജിയാണോ? അല്ല, അത് ഓരോ ആൾക്കാരുടെ പ്രകൃതി അനുസരിച്ചിട്ട് ഇരിക്കും. എല്ലാവർക്കും ചെമ്മീൻ അലർജിയാണോ? അല്ല. പാൽ അലർജിയാണോ? അല്ല. അത് ഓരോ വ്യക്തിയെ അനുസരിച്ചിരിക്കും. അപ്പൊ ആദ്യം ഈ അലർജി ആയിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം തന്നെ ആന്റി അലർജി ലിക്വിഡ് കുടിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ആൾക്ക് എന്താണ് അലർജിക്ക് കാരണമായത് എന്നുള്ളത് നമ്മൾ ആദ്യം, എന്തെങ്കിലും ഭക്ഷണം പുറത്തുനിന്ന് നിങ്ങളെ ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ മൈദ കഴിച്ചത് കൊണ്ടായിരിക്കാം, ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവരുണ്ടാക്കിയ ഭക്ഷണം എന്തെങ്കിലും ചേർത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം, അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, ഇനി നമ്മളത് കഴിക്കരുത് എന്നുള്ളത് ആൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ശ്വാസതടസ്സം എന്ന് പറയുന്നത്. അലർജി ഉള്ള ഒരാൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആയിട്ട് ശ്വാസതടസ്സം വരാനുള്ള ചാൻസസ് ഉണ്ട്. ശ്വാസനാളമൊക്കെ എന്താണ് ഭയങ്കര വികസിച്ചിട്ട് അല്ലെങ്കിൽ കഫമൊക്കെ വന്ന് നിറഞ്ഞ് ശ്വാസം എടുക്കാൻ ഭയങ്കര പ്രയാസമുള്ള ആൾക്കാർ, ഈ ശ്വാസതടസ്സമുള്ള ആൾക്കാർക്ക് തന്നെ അലർജിക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ശ്വാസതടസ്സം നമ്മൾ നോക്കിയാൽ അറിയാം, രോഗികൾ പറയുന്നതാണ് കാർമേഘം ഇങ്ങനെ ഇരുണ്ട് കൂടുമ്പോഴത്തേക്കും ശ്വാസതടസ്സമാണ് വരുന്നത്. അപ്പൊ ആൾ അപ്പോഴത്തേക്കും എന്നെ ഇൻഹേൽ ഉപയോഗിച്ചിട്ട് മരുന്ന് എടുക്കുന്നതാണ്. കാരണം ആൾക്കറിയാം അപ്പോഴത്തേക്കും എന്നെ ഭയങ്കരത്തിൽ എന്താണ് ഛർദ്ദിക്കാൻ പോലെ വരുന്നത് ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ഈ അലർജിക് റിയാക്ഷൻസ് അധികമായിട്ടാണ് കണ്ടുവരാറുള്ളത്. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് പറയുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആന്റി അലർജി ലിക്വിഡിൽ ഉള്ളത് നോക്കാം. അപ്പൊ അലർജി ഒക്കെ ഉള്ളത് നമ്മുടെ രക്തത്തിൽ ഉള്ളതാണ്. ഈ അലർജിയുടെ സിംറ്റംസ്, ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു, തൊലിപ്പുറത്ത് ചൊറിച്ചിലുണ്ടാവുക. ഈ തൊലിപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്തദുഷ്ടി ആയിരിക്കും. ഈ രക്തമാണ് നമ്മളുടെ ഫുൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രക്തത്തിൽ എന്തോ മാലിന്യം വരുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന ലക്ഷണമാണ് എന്ത്? തൊലിപ്പുറത്ത് കാണുന്ന അസുഖങ്ങൾ, ചൊറിച്ചില് അല്ലെങ്കിൽ ചുമന്ന് തടിച്ചു വരിക തുടങ്ങിയിട്ടുള്ളത്. അപ്പം അവിടെ എന്താണ്, നല്ല രക്തത്തെയാണ് അവിടത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഡീടോക്സിഫൈ ചെയ്യാൻ, മാലിന്യ നിവാരണത്തിന് സഹായിക്കുന്നതായിട്ടുള്ള ഒരു രക്തം, അത്തരത്തിലുള്ള ഒരു രക്തമാണ് അവിടത്തേക്ക് ആവശ്യമായിട്ടുള്ളത്. രക്തദുഷ്ടിയെ നീക്കം ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ ഈ പ്രൊഡക്റ്റിൽ ചേർന്നിട്ടുള്ളതാണ് മഞ്ചെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സാരിവ അല്ലെങ്കിൽ നന്നാറി എന്ന് പറയുന്നതും ഇതേ ഗുണം തന്നെയാണ് അതിനുള്ളത്. പിന്നീട് വേപ്പ്, ആന്റി ബാക്ടീരിയൽ കർമ്മങ്ങൾ ഉള്ളതാണ് വേപ്പിന്. അപ്പം അതുകൊണ്ട് വേപ്പ് ഇതിൽ ചേർന്നിട്ടുണ്ട്. പിന്നെ എന്താണ്, മഞ്ഞൾ ചേർന്നിട്ടുണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് ഇതിനുള്ളത്. ചിറ്റമൃത് ചേർന്നിട്ടുണ്ട്, ആന്റി ബാക്ടീരിയൽ കർമ്മമാണ് അതിനുള്ളത്. നെല്ലിക്ക ചേർന്നിട്ടുണ്ട്, പത്മകം ചേർന്നിട്ടുണ്ട്. പത്മകം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ്, സ്കിന്നിനെ, തൊലിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ളതാണ് പത്മകം. വർണ്ണ്യം എന്ന് പറയും, അതായത് എന്താണ്, ആ ഒരു കളറ് തരാനായിട്ട്, സ്കിന്നിനെ പഴയ നിറത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നതായിട്ടുള്ളതാണ് പത്മകം എന്ന് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ രക്തദുഷ്ടി, എന്തോ കാരണം കൊണ്ടൊരു രക്തത്തിൽ ഒരു ദുഷ്ടി വന്നു, ആ ദുഷ്ടിയെ നീക്കം ചെയ്യാനായിട്ടുള്ള എല്ലാം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില് ഉണ്ട്. അതാണ് ആന്റി അലർജി ലിക്വിഡ്. അപ്പൊ അത് നമ്മളൊരു ചെറിയ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു 3 ടീസ്പൂൺ വീതം വെറും വയറ്റിൽ, 2 നേരം വെറും വയറ്റിലാണ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കേണ്ടത്. 10 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ നമ്മൾക്ക് ഇത് നിർദ്ദേശിക്കാവുന്നതാണ്.